ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കോസ്റ്റൽ മീഡിയ. ഞാൻ ഹർഷാദ് താനൂർ. ഈ കഴിഞ്ഞ വിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ ഹജ്ജ് കർമ്മം ചെയ്യാനായി മക്കയിലേക്ക് ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൽ കുറച്ചു പേരൊക്കെ അവിടെ നിന്നും മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ പറയുന്നത് കേൾക്കാം, അവിടെ നിന്നൊക്കെ മരണപ്പെടുന്നത് നല്ലൊരു എന്താ പറയാ ഒരു ഭാഗ്യമാണ് എന്നൊക്കെ പറയാൻ. അത്തരത്തിലൊരു ഭാഗ്യം, ഒരു മരണമാണ് അവിടെ ഹജ്ജ് കർമ്മത്തിന് പോയ ഒരു ഉപ്പയും ആ ഉപ്പയുടെ മകനും ആ ഉപ്പയുടെ മരണാനന്തര കർമ്മങ്ങളും കബറടക്കങ്ങളൊക്കെ കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ ആ ഉപ്പയുടെ മകനും മരണപ്പെട്ടു എന്നൊരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത്. മലപ്പുറം ജില്ലയിലെ വാഴയൂർ തിരുത്തിയാട് സ്വദേശിയാണ് 74 വയസ്സുള്ള മുഹമ്മദ് മാസ്റ്റർ. ഒരു അധ്യാപകൻ കൂടിയാണ് ഈ മുഹമ്മദ് മാസ്റ്റർ എന്ന് പറയുന്നത്. അങ്ങനെ ഈ മുഹമ്മദ് മാസ്റ്ററും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടിയാണ് ഹജ്ജിന് പോകുന്നത്. എന്നാൽ ഹജ്ജിന് പോയിട്ട് ബലിപെരുന്നാൾ ദിവസം, ഈ കഴിഞ്ഞ ബലിപെരുന്നാൾ ദിവസം പെട്ടെന്ന് വെച്ച് മുഹമ്മദ് മാസ്റ്റർ കാണാതാവുകയായിരുന്നു. പിന്നീട് ഭാര്യ അവിടെ ഒരുപാട് മറ്റുള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞ് ഒരുപാട് തിരച്ചിൽ നടത്തിയിട്ടൊന്നും ഈ മുഹമ്മദ് മാസ്റ്റർ കണ്ടെത്താനായില്ല. അങ്ങനെ പിന്നെ ഭാര്യ വിചാരിച്ചു, കൂട്ടം തെറ്റി പോയതല്ലേ, ചിലപ്പം എങ്ങനെയെങ്കിലും തിരിച്ച് നാട്ടിലെത്തിക്കോളും എന്നൊക്കെ വിചാരിച്ച് ഭാര്യ അവിടുന്ന് ആ ഉമ്മ നാട്ടിലേക്ക് വന്നു. എന്നാൽ പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യൻ എംബസിയും അതുപോലെ തന്നെ അവിടുത്തെ സാമൂഹിക പ്രവർത്തകർ വഴിയൊക്കെയാണ് ഇവരുടെ കുടുംബം അറിയുന്നത് മുഹമ്മദ് മാസ്റ്റർ അവിടെ വെച്ച് മരണപ്പെട്ടു എന്നുള്ളത്. അങ്ങനെ ഈ വിവരം കുവൈത്തിലുള്ള ഈ ഉപ്പയുടെ 2 ആൺമക്കളായ മുഹമ്മദ് റിയാസും സൽമാനും കുവൈത്തിൽ, അവർ ഫാമിലി ആയിട്ട് കുവൈത്തിലാണ് ജോലി ചെയ്തിരുന്നത്. അപ്പം അങ്ങനെ ഇവര് വിവരം അറിഞ്ഞു കുവൈത്തിൽ നിന്ന് ഫാമിലി സഹിതം ഈ സൽമാൻ എന്ന് പറയുന്ന മകനും മുഹമ്മദ് റിയാസും ഈ മക്കയിലെത്തി. അതായത് കുവൈത്തിൽ നിന്ന് അവർ സൗദിയിലെത്തി. അങ്ങനെ സൗദിയിലെത്തി ഈ ജന്നത്തുൽ മുഅല്ലയിലാണ് ഈ ഉപ്പയുടെ ഖബറടക്കം നടത്തിയിരുന്നത്. അങ്ങനെ അതെല്ലാം ഈ മക്കൾ തന്നെ ചെയ്ത്, സാധാരണ നമുക്കറിയാം ഈ സൗദിയിലൊക്കെ വെച്ച് മരണപ്പെട്ട് കഴിഞ്ഞാൽ അവിടുന്ന് തന്നെ മറവ് ചെയ്യപ്പെടും. അപ്പോൾ കൂടുതൽ കുടുംബക്കാർക്കോ ഉറ്റവർക്കൊന്നും കൂടുതൽ ആ ഒരു മയ്യത്ത് കർമ്മത്തിൽ പങ്കെടുക്കാൻ പറ്റാത്ത ആ ഒരു ഖബറടക്കം നടത്തുന്ന സമയത്ത് അവിടെ ഇല്ലാതെ പോകുന്നതൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക ഒരു ദുഃഖകരമായ കാര്യമാണ്. പക്ഷെ ഈ ഒരു മക്കൾക്ക് ആ ഒരു ഭാഗ്യം കിട്ടി. ഉപ്പയുടെ ഖബറിലേക്ക് 3 പിടി മണ്ണിടാനുള്ള ഭാഗ്യം ഈ ആൺമക്കൾക്ക് കിട്ടി. എന്നാൽ ഈ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു മടങ്ങുന്ന വഴിക്ക്, ഈ ഉപ്പ മരണപ്പെട്ട് അവൾ ഖബറടക്കങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് ഈ റിയാസ് കുടുംബവും കാറിലാണ് സൗദിയിൽ നിന്ന് തിരിച്ചു കുവൈത്തിലേക്കും പോകുന്നത്. അവർ കുവൈത്തിൽ നിന്ന് കാറിൽ തന്നെയാണ് സൗദിയിലേക്ക് വന്നത്. അങ്ങനെ തിരിച്ചു പോകുന്ന വഴിക്ക് സൗദി തോയിഫിൽ നിന്ന് 100 കിലോമീറ്റർ അകലെയുള്ള റിദ്വാൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഒരു ആക്സിഡന്റ് സംഭവിച്ചു. ഇവരുടെ കാറും വേറൊരു വാഹനവും തമ്മിൽ. അതിൽ അവിടുന്ന് തന്നെ ഈ റിയാസ് മരണപ്പെട്ടു. ഉപ്പയെ ഖബറടക്കി മണിക്കൂറുകളെ ആയിട്ടുള്ളൂ. അപ്പോഴത്തിനും മകനായ മുഹമ്മദ് റിയാസിനെയും ആ മരണം തേടി വന്നു. കാറിലുണ്ടായിരുന്ന ഈ റിയാസിന്റെ ഭാര്യയും മക്കളുമൊക്കെ ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. പക്ഷെ ഈ സൽമാൻ എന്ന് പറയുന്ന മകനും ഫാമിലിയും അവര് ഫ്ലൈറ്റിലായിരുന്നു തിരിച്ച് കുവൈത്തിലേക്ക് പോകാനിരുന്നത്. പക്ഷെ അവിടുന്ന് ഈ മരണ വാർത്തയുടെ വിവരം അറിഞ്ഞപ്പോൾ സൽമാനും ഫാമിലിയും തിരിച്ച് ഈ അപകടം നടന്ന സ്ഥലത്ത് വന്നു. വല്ലാത്തൊരു അവസ്ഥ. ഉപ്പ മരണപ്പെട്ടു, നിമിഷങ്ങൾക്കകം മണിക്കൂറുകൾക്കകം മകനും മരണപ്പെട്ടു എന്നൊരു വാർത്ത. ആ കുടുംബവും എങ്ങനെയാണ് ഇത് സഹിക്കല്? ആ റിയാസ് എന്ന് പറയുന്ന ആള്, അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കൾക്കും ചെറിയൊരു എന്താ പറയാ അപകടത്തിൽ പരിക്ക് പറ്റിയിട്ടുള്ളൂ. വല്ലാത്തൊരു മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു ഇത്, ഉപ്പയുടെയും മകന്റെയും ഈ ഒരു മരണ വാർത്ത എന്നുള്ളത്. എന്തായാലും അവരുടെ കുടുംബത്തിന് ദൈവം ക്ഷമ നൽകട്ടെ എന്ന് നമുക്ക് എന്താ പറയാ പ്രാർത്ഥിക്കാം. ഇത്തരം ഒരുപാട് എന്താ പറയാ പ്രവാസികളുടെ മരണ വാർത്തകൾ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ്. ഇതുപോലെ മറ്റൊരു മരണ വാർത്ത കൂടി നമ്മൾ കേട്ടിട്ടുള്ളത് സൗദിയിൽ തന്നെ, സൗദി അബഹ എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ ഒരു പ്രവാസി യുവാവ്, നമ്മുടെ ഒരു മലയാളി തന്നെയാണ്, ആലപ്പുഴ കായംകുളം പെരിങ്ങാല രതീഷ് ഭവനിൽ രാജീവ് സന്താനന്ദ ചിത്യാർ എന്ന് പറയുന്ന ഒരു 36 വയസ്സുള്ള ഒരു യുവാവ്. സൗദി അബഹയിലാണ് ഈ ഒരു യുവാവ് ജോലി ചെയ്ത് വന്നിരുന്നത്. രാത്രി അദ്ദേഹം ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല രീതിയിൽ റൂമിലുള്ള തന്റെ റൂംമേറ്റുകളോടൊക്കെ നല്ല രീതിയിൽ സംസാരിച്ചിട്ട് ഇദ്ദേഹം കിടന്നുറങ്ങിയിരുന്ന. പിന്നീട് പിറ്റന്നാൾ ഇദ്ദേഹം എഴുന്നേറ്റില്ല. രാത്രിയിൽ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു എന്നൊരു വാർത്ത അതും കൂടി ഇന്നലെ നമ്മൾ കേട്ടിരുന്നു. വല്ലാത്തൊരു ഇത്തരം പ്രവാസികളുടെ. പിന്നെ വേറെ ഒരു വാർത്ത ഉണ്ടായിരുന്നു. കുവൈത്തിൽ ഒരു വയോധികന് കുവൈത്തിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന വഴിക്ക് ഫ്ലൈറ്റിൽ വെച്ചിട്ട് ഒരു മരണം സംഭവിച്ചു. ഒരു റാന്നി സ്വദേശിയാണ് ഇദ്ദേഹം. ചാക്കോ തോമസ് എന്നാണ് പേര്. 55 വയസ്സാണ് ഇദ്ദേഹത്തിന്റെ പ്രായം. ഇദ്ദേഹം ഗൾഫ് ജീവിതം, പ്രവാസി ജീവിതം മതിയാക്കി തിരിച്ച് നാട്ടിലേക്ക്
വരുന്ന വഴിക്ക് ഫ്ലൈറ്റിൽ വെച്ചിട്ടാണ് ഇദ്ദേഹത്തെ മരണം കൊണ്ടുപോയത്. ഇദ്ദേഹം കുവൈത്തിലെ അൽ ഈസ മെഡിക്കൽ ആൻഡ് എക്യുപ്മെന്റ് ജീവനക്കാരനായിരുന്നു. അവിടുത്തെ ഒരു തൊഴിലാളിയായിരുന്നു ഈ ചാക്കോ തോമസ് എന്ന് പറയുന്നത്. വ്യാഴാഴ്ച രാത്രി കുവൈത്ത് എയർവേസിൽ തിരുവനന്തപുരത്തേക്ക് വരുന്ന വഴിക്കാണ് ചാക്കോ തോമസിന് ഈ അസ്വസ്ഥത, അതായത് ദേഹാസ്വസ്ഥത ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അങ്ങനെ ഉടനെ ആ വിമാനം ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ അടിയന്തരമായി ലാൻഡിങ് ചെയ്തു. പക്ഷേ അപ്പോതിനും അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൃതദേഹം അവിടുന്ന് ദുബായിലുള്ള ഒരു ഹോസ്പിറ്റലിലെ മോർച്ചറിയിലേക്ക് മാറ്റി പിന്നെ കുടുംബത്തെയൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോ സ്ഥിരമായിട്ട് നമ്മളിപ്പോ ഇന്നലെ മെനിഞ്ഞാന്ന് ഇട്ടിരുന്ന നമ്മുടെ ഈ ചാനലിൽ ഒരു വീഡിയോ, ഒരു തിരൂർ സ്വദേശി 5 വർഷത്തിന് ശേഷം നാട്ടിലേക്ക് വരുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് അദ്ദേഹം മരണപ്പെട്ട വാർത്തയും നമ്മൾ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു മുമ്പത്തെ ഒരു വീഡിയോയിൽ. ഇങ്ങനെ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട് പ്രവാസികളുടെ മരണവാർത്ത. ഓരോ പ്രവാസിയും എല്ലാ ദിവസവും രാത്രി കിടന്നുറങ്ങുന്നത് പിറ്റന്നാളത്തെ സ്വപ്നങ്ങൾ കണ്ടിട്ടാണ്, പിറ്റന്നാൾ ജോലിക്ക് പോകുന്നതൊക്കെ. എന്നാലും ഒരു പ്രവാസിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്ന സന്തോഷത്തിൽ നിന്ന് അവൻ നിൽക്കുന്ന സമയമാണ്. അവൻ നാട്ടിലേക്ക് പോകാനുള്ള അവന് ടിക്കറ്റ് ഒക്കെ എടുത്താൽ അവൻ കൂടുതൽ സന്തോഷത്തിലായിരിക്കും, എത്രയും പെട്ടെന്ന് നാട്ടിലെത്തണം എന്നൊക്കെയുള്ള. പക്ഷെ അതിനിടയിൽ മരണം ഇങ്ങനത്തെ ചില കളികൾ കളിക്കുമ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് താങ്ങാൻ പറ്റുക? എന്തായാലും ഈ മരണപ്പെട്ട എല്ലാവർക്കും പടച്ചോനെ അവരെ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു കൊടുക്കട്ടെ, ഇവരെയൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾ ഇതുവരെ നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടണും കൂടി ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കുക. അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.